അതിന് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങനെ വളർത്തച്ഛനും കേട്ടേക്കറുമായ പരിശുദ്ധ ഔഷപിതാവിൻ്റെ തിരുനാൾ, സ്വർഗീയ കയറ്റ തിരുനാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഔഷപിതാവ് ചെന്ന ഇടത്തേക്ക് ഉള്ള യാത്രയാണ് ജീവിതമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ഒത്തിരിയേറെ അതിൻ്റെ ആയിട്ടുള്ള വ്യവഹാരിക ഞെരുക്കങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ഔഷപിതാവിനെ പോലെ ജീവിതത്തെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ദൈവമേൽപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അതിൽ സമർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഞെരുക്കങ്ങൾ വിശ്വാസ ഞെരുക്കങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഔഷപിതാവിൻ്റെ തിരുനാളിൽ യാത്ര ചെയ്യുന്നവരെല്ലാവരെയും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ്. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനും കൈമാറാനും വേണ്ടി യാത്ര ചെയ്തൊരു മനുഷ്യൻ്റെ മാധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ യാത്രക്കാരും നീ ആശീർവദിക്കണമേ. യാത്രയിൽ ഭവനങ്ങളിൽ തിരിച്ചു വരുന്നവർ, ഈ രാജ്യം വിട്ടുപോകുന്നവർ, നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ നേടി പോകുന്നവർ, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ എല്ലാവരെയും തൊഴിലിനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലിനെ ലോകത്തെ പോലെ സ്ഥാപനത്തിന് വേണ്ടി, പുനഃക്രമീകരണത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് പുനർനിർമ്മാണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിറവേറ്റുവാൻ, നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ, ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം, കായികമാകാം, മാനസികമാകാം, ശാസ്ത്രീയമാകാം, അഭിനയമാകാം, കഴിവുള്ള നൈപുണ്യമാകാം, എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിനെ ദൈവം തന്ന കഴിവാണ്. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ സൃഷ്ടികരണത്തെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റുന്ന സുവിശേഷ വേലയാണ് തൊഴിൽ കൈമാറ്റത്തോടെ നടക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ആളായി നിന്നുകൊണ്ട് തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ഔഷപിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔഷപിതാവിനെ എപ്പോഴും കാണുമ്പോൾ ഉണ്ണീശോയെ കയ്യിലെടുക്കുന്ന ഉണ്ണീശോനെ കാണുന്നത്, പക്ഷേ അതേസമയം കുഞ്ഞുങ്ങളെ പ്രതി വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഔഷപിതാവിനെ പോലെ സങ്കടം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് രോഗങ്ങൾ വന്നതിന് ശേഷം അവരെ സുഖപ്പെടുത്താൻ കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നുപോയി രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെട്ടവർക്ക് നിൻ്റെ കൃപ നൽകിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുണ്ട് കർത്താവെ, അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ മനസ്സിന് അനുഭവിക്കുന്ന പീഡകൾ കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ, അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതിനെ മഹത്വപ്പെടുത്താനുള്ള മാനസിക അവസ്ഥ കൊടുത്ത് ആന്തരികമായ അഭിഷേകം നൽകി അവരെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഔഷപിതാവ് മാതാവുമായിട്ട് കർത്താവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവരുടെ നീതിയിൽ നിന്ന് വിട്ടുപോകാതെ നിന്ന് കർത്താവ് നീതിയിൽ നിന്ന് മാതാപിതാക്കന്മാർ വിട്ടുപോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാവത്തില്ലെന്നറിയാം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ സുവിശേഷത്തിനോടുള്ള വിശ്വസ്ത കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നീതിയിൽ ജീവിക്കാൻ ദമ്പതികളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളുടെ ജോലികളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പഠനങ്ങളെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പരീക്ഷകളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉന്നതമായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാവസ്ഥകളും ഉറക്കമില്ലായ്മയും പ്രഷറിലും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണ പോലെ വൈതാക്രമ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുകയും കർത്താവ് ഉച്ചമുതലുള്ള കൽവരെ കർത്താവ് രക്തം പരിസരിക്കുകയും ആന്തരികമായി അവരും ബാഹ്യമായും കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കർത്താവ് സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ തിരുക്കൃപ ലഭിച്ച സമാധാനത്തിൻ്റെ അവകാശികളായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരെ ആശീർവദിക്കണമേ. ഇന്ന് ഓരോ വിഷയം അവസാനിപ്പിക്കുന്നവരെ ആശീർവദിക്കണമേ. എല്ലാം ദൈവത്തെ അവസാനിപ്പിക്കുവാനും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ നീതി ഉപകരണങ്ങളുമാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള തിക്തമായ അനുഭവങ്ങളെ
നിത്യപരമായ പരാജയങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിൽ അകന്നു പോകാതെ പരിശുദ്ധ ആവശ്യപ്പെടാതെ നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് വിശുദ്ധ ബലിപീഠത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് യോജിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വം ഞങ്ങളെ ഉപകരണം സുഖത്തിൻ്റെ കൃപ ആർജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണമാക്കി സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിൻ്റെ സാക്ഷിയായി പോകാനുള്ള സുവിശേഷവിഹിതമായ കൃപയായി ഞങ്ങൾ അനുഗ്രഹിക്കണമേ ആശ്രയിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ തീരാവ്യാധികൾ ജീവിത ദുരിതങ്ങൾ ഇന്ന് ഘട്ടങ്ങളിരിക്കുന്ന വ്യക്തികളാൽ യേശുവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ, എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ, എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഔഷധപിതാവിൻ്റെ സാന്നിധ്യവും നിൻ്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ, നിൻ്റെ ജീവിതത്തെ ആശീർവദിക്കട്ടെ, നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നീ നല്ല ഊർജ്ജസ്വലയായ നാളെയും ഈ ഡെയിലി ബ്രെഡിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിൻ്റെ ഉറക്കം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ.